നമസ്തേ. ഇന്ന് നമ്മൾ നവാംശത്തെക്കുറിച്ചാണ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നവാംശത്തിൽ തന്നെ ഞാൻ കൂടുതലായിട്ടും നോക്കുന്നത് പുഷ്കരാംശം അല്ലെങ്കിൽ പുഷ്കര നവാംശം എന്ന് പറയുന്ന ജാതക പരിതാജത്തിലെ എഴുതപ്പെട്ടിട്ടുള്ള പുഷ്കരാംശത്തെക്കുറിച്ചാണ്. പുഷ്കരാംശമാണ് ഞാൻ ഉപയോഗിക്കുന്നതും നോക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നവാംശം എങ്ങനെ കണ്ടെത്താമെന്ന്. ഒരുപക്ഷെ നവാംശം കണ്ടെത്താൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും. എന്നാലും അതിനൊരു രൂപമുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഏതേത് ഗ്രഹങ്ങളുടെ ഏതേത് പാദങ്ങളിൽ നിന്നാലാണ് ഏതേത് അംശകങ്ങളിൽ വരിക എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. എന്നാലാണ് പുഷ്കരാംശം എടുക്കാൻ പറ്റുള്ളൂ. പുഷ്കരാംശം എടുക്കണമെങ്കിൽ ആദ്യം നവാംശം കാണുന്ന ഒരു രീതി മനസ്സിലാക്കണം. അപ്പോൾ നവാംശത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട്, ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകാം, എന്നാലും വളരെ ലളിതമായിട്ട് പറയാം. നവാംശം എന്ന് പറയുന്നത് ഒരു ഗ്രഹനിരയിൽ 30 ഡിഗ്രിയുള്ള ഒരു രാശിയെ, ഇത് 30 ഡിഗ്രിയാണ് അല്ലേ, ഇത് മുതൽ ഇതുവരെ നമുക്ക് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയുള്ള ഒരു രാശിയെ വീണ്ടും സൂം ചെയ്ത് 9 രാശികളിലേക്ക് മാറ്റി നോക്കുന്നതാണ്, അല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കുന്നതാണ് നവാംശം. ഈ ഒരു രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങളും, അതിൽ ലഗ്നമാണെങ്കിൽ ലഗ്നം, ഏതെങ്കിലും ഒരു ഗ്രഹമാണെങ്കിൽ ഗ്രഹം സൂക്ഷ്മത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ രാശിയിൽ നിന്ന് നമ്മളങ്ങനെ ഇത് പറയുമെങ്കിലും ഇതെല്ലാം ഒരുപാട് ദൂരെയാണ്. നമ്മൾ ഡിഗ്രി ആംഗിൾ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് 30 ഡിഗ്രി നിൽക്കുന്ന ഒരു ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി നവാംശം, അല്ലെങ്കിൽ എത്ര സൂക്ഷ്മത്തിലാണ് നിൽക്കുന്നത് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നവാംശം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. 30 ഡിഗ്രിയിൽ 9 പാദങ്ങളായിട്ട് 108 പാദങ്ങളാണ് നക്ഷത്രങ്ങൾക്ക്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളെ, 27 നക്ഷത്രങ്ങളെ 4 പാദങ്ങളായിട്ടാണ് കണക്കാക്കുക. അശ്വതി മുതൽ 4 പാദങ്ങൾ ഇൻറ്റു 27 ഇൻറ്റു 4 എന്ന് പറയുന്നത് 108 പാദങ്ങളാണ്. 108 പാദങ്ങളിലായിട്ടാണ് ഈ 12 രാശികളിലുമായിട്ട് നക്ഷത്രങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 108 പാദങ്ങൾ ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ ഏകദേശം 9 പാദങ്ങളായിരിക്കും ഒരു രാശി 30 ഡിഗ്രിയിൽ വരും. 30 ഡിഗ്രിയിൽ 9 പാദങ്ങൾ, 2 നക്ഷത്രവും 1 കാൽ നക്ഷത്രവും, 4 പാദമാണ് ഒരു നക്ഷത്രം. അപ്പോൾ അശ്വതി എന്ന് പറയുന്ന നക്ഷത്രം, അശ്വതി 1, 2, 3, 4 പാദം, ഭരണി 1, 2, 3, 4 പാദം, കാർത്തിക 1 പാദം. ഇതാണ് മേടക്കൂറ്. അതെല്ലാവർക്കും അറിയാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമ്മൾ സൂം ചെയ്ത് എങ്ങനെ നവാംശത്തിൽ വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഗ്രഹം, ഇത് നമ്മൾ പറഞ്ഞു, ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി, ഇതെല്ലാം മനസ്സിലാക്കണം. ഇതിൽ നവാംശം കാണുമ്പോൾ പ്രധാനമായിട്ടും രാശികളെക്കുറിച്ചൊരു ധാരണ വേണം. ചരരാശിയാണോ, സ്ഥിരരാശിയാണോ, ഉഭയരാശിയാണോ? ചരരാശിയിൽ നിൽക്കുന്ന ഗ്രഹം നവാംശത്തിൽ ചരരാശി മുതൽ തന്നെ, ചരരാശിയുടെ നവാംശം വരുന്നത് ചരരാശി മുതൽ തന്നെയാണ്. നിൽക്കുന്ന രാശി 1-ാം രാശി തന്നെയാണ് നവാംശത്തിൻ്റെ ആരംഭം. അപ്പോൾ മേടത്തിൽ ഒരു ഗ്രഹം നിൽക്കുകയാണ്. മേടത്തിൽ അശ്വതി 1-ാം പാദത്തിലൊരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നവാംശം വർഗോത്തമം എന്ന് പറയുന്ന ഇവിടെ തന്നെ വരും. ഇപ്പോൾ ലഗ്നം വരികയാണ്, അശ്വതി 1-ാം പാദത്തിലാണ് ലഗ്നമെങ്കിൽ അത് നവാംശത്തിലും മേടത്തിൽ തന്നെയായിരിക്കും. അശ്വതി 2-ാം പാദത്തിലാണ് ലഗ്നം നിന്നെങ്കിൽ നവാംശത്തിൽ അത് ഇടവത്തിൽ വരും. 3-ാം പാദത്തിൽ, അശ്വതി 4-ാം പാദത്തിലാണ് വരുന്നതെങ്കിൽ നവാംശത്തിൽ അത് എവിടെ വരും? കർക്കിടകത്തിൽ വരും. അല്ല, ഭരണി 2-ാം പാദത്തിലാണെങ്കിൽ നവാംശത്തിൽ കന്നിയിൽ വരും. അപ്പോൾ നമ്മൾ അറിയുന്നത് ഏത് പാദമാണെന്ന് നവാംശം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 9 പാദങ്ങളാണെന്ന് പറഞ്ഞു. 4, 4, 8, 9 ഇതുവരെയാണ് വരുള്ളൂ. മേടൻ രാശിയിൽ നിൽക്കുന്ന ഏത് ഗ്രഹമാണെങ്കിലും മേടം മുതൽ വൃശ്ചികം വരെയുള്ള രാശികളിലായിരിക്കും നവാംശം വരിക. ബേസിക്കാണിത്. അത് ചരരാശിയുടെ, ഏത് ചരരാശിയാണെങ്കിലും അങ്ങനെയാണ്. ഈ ചരരാശി എടുത്താലും ഇത് ചരരാശി, ഈ കർക്കിടകം ചരരാശി എടുക്കുക. ഇത് മുതൽ 9 രാശികളാണ് വരിക. 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 രാശികളിലായിട്ടാണ്, 9 രാശികളിലായിട്ട്. ഇപ്പോൾ അശ്വതി 4, ഭരണി 1, 2, 3, 4, കാർത്തികക്കാല് ഇതിൽ 9 രാശിയായിട്ട് വരും. അതേപോലെ തന്നെയാണ് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ 9 രാശി. ഓരോ ചരരാശിയും ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ 9 രാശി, ഇതാണ് അവസാനിക്കുക. അതുപോലെ മകരത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ
എവിടെ അവസാനിക്കുക? കന്നിയിലാണ് അവസാനിക്കുക. അങ്ങനെ ഓരോ ചരരാശിയും ആ ചരരാശി മുതൽ അടുത്ത ഉഭയരാശി വരെ ആയിരിക്കും. 9 രാശികളിലായിട്ടാണ് അംശിക്കുക. ഇത് ബേസിക്കാണ്. അത് സ്ഥിരരാശിയിലാണ് നിൽക്കുന്നതെന്ന് വയ്ക്കുക. ഇപ്പോൾ സ്ഥിരരാശി ആദ്യപാദം, ഇപ്പോൾ ഇതിവിടെ ഏതാണ്? കാർത്തിക 1-ാം പാദം ഇതിൽ കഴിഞ്ഞു. കാർത്തിക 2-ാം പാദത്തിലാണ് ലഗ്നം വന്നത്. കാർത്തിക 2-ാം പാദത്തിൽ ലഗ്നം വന്നു കഴിഞ്ഞാൽ അംശകം എവിടെ വരും? സ്ഥിരരാശി വരും. അല്ലെങ്കിൽ സ്ഥിരരാശി വരുമ്പോൾ 9-ാം രാശി മുതലാണ് രാശി നമ്മൾ എണ്ണേണ്ടത്. 9-ാം രാശി മുതൽ എണ്ണുക എന്ന് പറയുമ്പോൾ ഇതാണ് 9-ാം രാശി. ഈ സ്ഥിരരാശിയുടെ 9-ാം രാശി, 9-ാം രാശി മുതൽ ഇവിടെയാണ് നവാംശകത്തിൽ അംശകം വരിക. അതായത് ഇടവത്തിൽ കാർത്തിക 2-ാം പാദത്തിൽ ലഗ്നം നിന്നിട്ടുണ്ടെങ്കിൽ, ഗ്രഹനിലയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അംശകം ലഗ്നം എവിടെ വരും? ഇവിടെ വരും. അംശകം ഇവിടെ വരും. അപ്പോൾ അതായത് ചരരാശിയിൽ നിൽക്കുമ്പോൾ 1-ാം രാശി മുതൽ തന്നെ ചരത്തിന് 1, സ്ഥിരത്തിന് 9, ഉഭയത്തിന് 5-ാം രാശി മുതൽ അങ്ങനെയാണ്. ഈ ഉഭയരാശിയിലാണ് ലഗ്നം. ഉഭയരാശിയിൽ 1-ാം പാദത്തിൽ തന്നെ നിന്നു. മകയിരം 3-ാമത്തെ പാദം വന്നു കഴിഞ്ഞാലാണ് 1-ാം പാദം. ഇവിടെ വന്നു ഉഭയരാശി, ചരം, സ്ഥിരം, ഉഭയം. ഉഭയരാശിക്ക് 5-ാം രാശി മുതലാണ് നവാംശം തുടങ്ങുക, നവാംശം ആരംഭിക്കുക. അപ്പോൾ ഇത് മകയിരം 3-ാം പാദത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അംശകത്തിൽ ലഗ്നം വരിക. ഈ ഒരു ബേസിക്ക് മനസ്സിലാക്കുക. ചരസ്ഥിര ഉഭയങ്ങൾക്ക് നവാംശം എഴുതണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ അടിച്ചാൽ ഉടൻ നവാംശം അതിൽ വരും. നോക്കേണ്ട, ഫലം പറയുന്ന കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാലും ഇത് ബേസിക് അറിയണം. എങ്ങനെയാണ് പുഷ്കര നവാംശം കാണുക, പുഷ്കര നവാംശം എന്ത്, പുഷ്കരാംശം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതിൽ തന്നെ നമ്മൾ ആഗ്നേയരാശി, അതുപോലെ ഭൂമിരാശി, ആഗ്നേയരാശി, വായുരാശി, ജലരാശി എന്ന് പറയുന്ന 4 തരം രാശികളുണ്ട്. മേടം 1 എന്ന് വയ്ക്കാം. മേടം, ചിങ്ങം, ഇതൊക്കെ ആഗ്നേയരാശികളാണ്. മേടം, ചിങ്ങ, ധനു. മേടം, ചിങ്ങം, ധനു. എടവ, കന്നി, മകരം. ബി. എടവം, കന്നി, മകരം. ഇതെന്താണ്? ഭൗമരാശികളാണ്. ഭൂമിരാശി. ബി എന്ന് പറയുന്നതൊക്കെ ഭൂമിരാശി. ഇതൊക്കെ അഗ്നിരാശി. അതുപോലെ ഇത് വായുരാശി. വി. വായു എന്ന് പറയണത് വി. അത് മിഥുന, തുലാം, കുംഭം. ഇത് വായുരാശികളാണ്. അതുപോലെ ഇത് കർക്കിടകം, വൃശ്ചികം, മീനം. ജലരാശികളാണ്. ജ പറഞ്ഞ ജലം. നമുക്ക് മനസ്സിലാവാനും കൂടി എളുപ്പത്തിലാണ് ഞാൻ എങ്ങനെ എഴുതുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ്, സബ്ജക്റ്റ്. ഇത് കുറച്ച് മനസ്സിലാക്കി വെക്കേണ്ട വിഷയം തന്നെയാണ്. മേടം, ചിങ്ങം, ധനു ഇത് അഗ്നേയരാശിയാണ്. ഇടവം, കന്നി, മകരം എന്ന് പറയുന്നത് ഭൂമിരാശികളാണ്. മിഥുനം, തുലാം, കുംഭം എന്ന് പറയുന്നത് വായുരാശികളാണ്. ഇത് കർക്കിടകം, വൃശ്ചികം, മീനം ജലരാശികളാണ്. ഇത് തീർച്ചയായിട്ടും അറിയണം. ജോലിയൊക്കെ നമ്മൾ ജോലി സംബന്ധമായ പ്രഡിക്ഷനൊക്കെ വരുന്ന സമയത്ത് ഈ രാശികളുടെ സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയും എഴുതി വെക്കുകയും ഡെയിലി നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജോലികളൊക്കെ പലതിനും ആവശ്യമുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി. ചരരാശിക്കൊക്കെ നല്ല പ്രത്യേകതയുണ്ട്. രാശികളിലെ ഏറ്റവും പ്രത്യേകതയുള്ള രാശികളാണ് 4 ചരരാശികളും. ഈ ചരരാശികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചരരാശികളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ പോലും കുറച്ച് ശുഭത്വം വരും. സ്ഥിരരാശിയിൽ നിൽക്കുന്ന അത്ര ദോഷം വരില്ല. സ്ഥിരരാശിയിൽ നിൽക്കുന്ന പാപഗ്രഹത്തിന് ദോഷം കൂടിയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ചരരാശി എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടേയിരിക്കുന്ന രാശിയാണ്. ചരരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശ വരുമ്പോഴാണ് നമുക്ക് വിദേശയോഗം, സഞ്ചാരയോഗമൊക്കെ വരിക. സ്ഥിരരാശി എന്നൊക്കെ പറയുമ്പോൾ സ്ഥിരമായ രാശിയാണ്, ചലിക്കാത്ത ജലം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളം, ഇത് ഒഴുകുന്ന പുഴയിലെ വെള്ളം, ഇത് കിണറിലെ വെള്ളം. ഉഭയരാശി എന്ന് പറയുമ്പോൾ സമുദ്രജലം. ഉഭയരാശി എന്ന് പറഞ്ഞാൽ സമുദ്രജലം, അതായത് ഒരേ സമയം തന്നെ ഒഴുകും ചെയ്യും, ഒരേ സമയം തന്നെ ചലിക്കും ചെയ്യും, ചലിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് അതായത് സമുദ്രത്തിൽ മുകളിലും നല്ല തിരകളുണ്ടാവും, അടിഭാഗം തിരയില്ലാതിരിക്കും. അതാണ് ഉഭയരാശി. ഇത് രണ്ടും ചേരുന്നതാണ് ഉഭയരാശി. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നവാംശം, ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു? നവാംശം ഗ്രഹനിലയുടെ സൂം ചെയ്യലാണെന്ന് മനസ്സിലാക്കി.
അതുപോലെ നവാംശം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചരരാശി തന്നെ സ്ഥിരരാശിക്ക്, അതുപോലെ തന്നെ സ്ഥിരരാശിയാണെങ്കിൽ 9ാം രാശി തന്നെ, ഉഭയരാശിയാണെങ്കിൽ 5ാം രാശി നവാംശം വരുന്നു മനസ്സിലാക്കി. പിന്നെ ആഗ്നേയരാശി, ഭൗമരാശി, അതുപോലെ വായുരാശി, ജലരാശി എന്ന് പറയുന്ന തിരിവുകൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിന് പുഷ്കര നവാംശം എങ്ങനെ കാണും? പുഷ്കരാംശം എന്ന് പറയുന്നത് 108 പാദങ്ങളുള്ളപ്പോൾ എത്ര മൊത്തം 30 ഡിഗ്രികളായിട്ട് തിരിക്കുന്ന 12 രാശികളിൽ, അതായത് ഒരു 9 പാദങ്ങളുള്ള ഓരോന്നും ചേർത്ത് മൊത്തം 9 × 12 108 പാദങ്ങളാണുള്ളത്. 108 നക്ഷത്രപാദങ്ങളാണ് മൊത്തത്തിൽ വരിക. 108 നക്ഷത്രപാദങ്ങളിലെ 24 നക്ഷത്രപാദങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പുഷ്കരാംശം എന്ന് പറയുന്ന അവസ്ഥ. പുഷ്കരാംശം, പുഷ്കര നവാംശം എന്നാണ് അതിന് പറയുക. അത് 108 നക്ഷത്രപാദങ്ങൾക്ക് 24 എണ്ണത്തിനെയാണ് പുഷ്കരാംശം വരുള്ളൂ. പുഷ്കരാംശം വരണമെങ്കിൽ 24 നക്ഷത്രപാദങ്ങൾക്കേ ഉള്ളൂ, ബാക്കിയൊന്നിനും വരില്ല. അപ്പോൾ അത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് വരുള്ളൂ. അത്ര കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. 2 വളരെ ചെറിയ ശതമാനം അംശകങ്ങൾ മാത്രമേ ഉള്ളൂ ശുഭത്വം, ബാക്കിയെല്ലാം ശുഭത്വമില്ലാതെ ഉണ്ടാവുക. അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. പുഷ്കരാംശത്തിൽ വരുന്ന നക്ഷത്രപാദങ്ങൾ ഏതൊക്കെ എന്നുള്ളൊരു നിയമമുണ്ട്. പുഷ്കരാംശം എല്ലാ പാദങ്ങളും, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈസി മെത്തേഡ് ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം. വളരെ ഈസി, എത്രയും ടഫൊന്നും ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും. പക്ഷേ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വരണം. അപ്പോൾ പുഷ്കരാംശം അറിയാൻ വേണ്ടി നമ്മൾ ഓരോ പാദങ്ങൾ, ഏതൊക്കെ ഗ്രഹത്തിൻ്റെ 3 ഗ്രഹങ്ങൾ, ഒന്ന് ചൊവ്വ, അതുപോലെ കേതു, ബുധൻ, ഈ 3 ഗ്രഹങ്ങളുടെ നക്ഷത്രം നമുക്കറിയാം. ഒരു ഗ്രഹത്തിന് 3 ഒരു ജന്മനക്ഷത്രം, അനുജന്മ, ത്രിജന്മം എന്ന് പറഞ്ഞാൽ 3 നക്ഷത്രങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഏത് അശ്വതിയാണെങ്കിൽ കേതു നക്ഷത്രത്തിലാണ്, കേതുവാണ് നക്ഷത്രനാഥൻ. അശ്വതി നക്ഷത്രത്തിൻ്റെ നാഥൻ വന്നിട്ട് നക്ഷത്രനാഥൻ എന്ന് പറയുന്ന ഗ്രഹം കേതുവാണ്. അശ്വതി, മകം, മൂലം, ഈ 3 നക്ഷത്രങ്ങൾക്കും കേതുവാണ് നക്ഷത്രനാഥൻ. അതുപോലെ നമുക്ക് ഓരോ 9 ഗ്രഹങ്ങൾക്കും നക്ഷത്രനാഥന്മാരുണ്ട്. ഭരണി, പൂരം, പൂരാടം ശുക്രനാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം സൂര്യനാണ്. രോഹിണി, അത്തം, തിരുവോണം ചന്ദ്രനാണ്. മകൈര്യം, ചിത്തിര, അവിട്ടം ചൊവ്വയാണ്. ഇതെല്ലാം അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തിരുവാതിര, ചോതി, ചതയം രാഹുവാണ്. പുണർദം, വിശാഖം, പൂരോരുട്ടാതി ഗുരുവാണ്. പുണർദം കഴിഞ്ഞാൽ പൂയം, അനീഴം, ഉത്രട്ടാതി ശനിയാണ്. ആയില്യം, കേട്ട, രേവതി ഇത് ബുധനാണ്. ഇങ്ങനെയാണ് 3 × 9 മുമ്പ് 27 നക്ഷത്രങ്ങളാണ്. ഓരോരോ ഗ്രഹങ്ങൾക്കും 3 നക്ഷത്രങ്ങൾ, ജന്മനക്ഷത്ര, അനുജന്മ, ത്രിജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന 3 നക്ഷത്രങ്ങളാണ്. ഇതിൽ തന്നെ 3 ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾ, അതായത് കേതുവിൻ്റെ അശ്വതി, മകം, മൂലവും, ചൊവ്വയുടെ മകൈര്യം, ചിത്തിര, അവിട്ടവും, ബുധൻ്റെ ആയില്യം, കേട്ട, രേവതി, ഈ 3 നക്ഷത്രങ്ങൾക്കും പുഷ്കരാംശം വരില്ല. ഈ 3 ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങൾക്കും പുഷ്കരാംശം വരില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയമായിരിക്കും. ഈ നക്ഷത്രങ്ങൾ 3 ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. അത് വെച്ചിട്ടാണ് ദശാപഹാരങ്ങളും എല്ലാം കണക്കാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങൾക്കും ഏതൊക്കെ വരില്ല? കേതുവിന് വരില്ല, അതുപോലെ ബുധന് വരില്ല, അതുപോലെ ചൊവ്വയ്ക്ക് വരില്ല. ഈ 3നും പുഷ്കരാംശമില്ല. മറ്റ് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് പുഷ്കരാംശം വരിക എന്ന് നമുക്ക് നോക്കാം. പുഷ്കരാംശം വരുന്നത് ശനിക്ക്, അതുപോലെ ചന്ദ്രന് 2ാമത്തെ പാദം, അതായത് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അത്തം, ഇവിടെ രോഹിണി, അത്തം, തിരുവോണം, ഈ 3 നക്ഷത്രങ്ങളാണ്. രോഹിണി, അത്തം, തിരുവോണം. അപ്പോൾ രോഹിണിയുടെ 2ാം പാദം, അത്തത്തിൻ്റെ 2ാം പാദം, തിരുവോണത്തിൻ്റെ 2ാം പാദമാണ് പുഷ്കരാംശം എന്ന് പറയുന്നത്. അത് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. ഞാൻ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് പുഷ്കരാംശം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും ശനിയുടെയും 2ാം പാദങ്ങളും ശുക്രൻ്റെ 3ാം പാദവും. ശുക്രൻ്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ശുക്രൻ്റെ 3ാം പാദം പുഷ്കരാംശമാണ്. ചന്ദ്രൻ്റെ 2ാം പാദം, ശനിയുടെ 2ാം പാദം,
ശുക്രൻ്റെ മൂന്നാം പാദം. അതുപോലെ രാഹുവിൻ്റെ നാലാം പാദം. രവി സൂര്യൻ്റെ ഒന്നാം പാദവും നാലാം പാദവും. ഗുരുവിൻ്റെ രണ്ടാം പാദവും നാലാം പാദവും. ഇതാണ് പുഷ്കരാംശം വരെ. ഇത് നമുക്ക് ഓർമ്മയുണ്ടാവണം, മനസ്സിലാവണം. നക്ഷത്രങ്ങളുടെ നാഥൻ അല്ലെങ്കിൽ ഏതേത് നക്ഷത്രങ്ങൾക്ക് ഏത് നാഥനാണെന്ന് അറിയണം. അത് എത്രാമത്തെ പാദം മാത്രമേ ഉള്ളൂ പുഷ്കരാംശം എന്നറിയണം. അപ്പോൾ അവിടെ ലഗ്നം വന്നാലും ശരി, ഈ ശുക്രൻ്റെ നക്ഷത്രമായിട്ടുള്ള ഭരണി മൂന്നാം പാദത്തിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുക എന്ന് വയ്ക്കുക. അശ്വതി കഴിഞ്ഞു 4 പാദം, ഭരണിയുടെ മൂന്നാം പാദത്തിൽ ഒരു അംശകം വന്നു. ഭരണി മൂന്നാം പാദത്തിൽ ആര് നിന്നു? ഗുരു നിൽക്കുന്നു എന്ന് വയ്ക്കുക. അത് നിൽക്കുന്നത് ഭരണിയുടെ മൂന്നാം പാദത്തിലാണ്. ഭരണിയുടെ മൂന്നാം പാദത്തിൽ നിൽക്കുന്ന ഗുരു എന്തായിരിക്കും? പുഷ്കരാംശത്തിൽ വരും. പുഷ്കരാംശം ശുക്രൻ്റെ നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദം ഏതായിരിക്കും വരിക? ശുക്രൻ എവിടുന്നാണ് തുടങ്ങുകയെന്ന് നമുക്ക് ആദ്യം അതിനൊരു ഐഡിയ വരണം. അത് ഞാൻ ഇപ്പോൾ പറയാം. ശുക്രൻ്റെ മൂന്നാം പാദം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഗുരു അംശിക്കുക, ഭരണി ഇതിലാണ്. ഭരണി മൂന്നാം പാദത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അംശകം ഇതിലായിരിക്കും. ഇതാണ് പുഷ്കരാംശം എന്ന് പറയുന്നത്. ഗുരു ഇവിടെ അംശിക്കുമ്പോഴാണ്. മേടത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം തുലാത്തിൽ അംശിച്ചാൽ അത് പുഷ്കരാംശമാണ്. പുഷ്കരാംശം മീൻസ് ശുക്രൻ്റെ മൂന്നാം പാദമാണ്. അപ്പോൾ ശുക്രൻ്റെ മൂന്നാം പാദത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം അംശകത്തിൽ ഇവിടെ വരും. അത് ഏത് നക്ഷത്രത്തിനാണ്? ഭരണിയിൽ. അതേസമയം പൂരത്തിൻ്റെ മൂന്നാം പാദമാണെങ്കിലോ ഭരണി, പൂരം, പൂരാടം അല്ലേ? ഭരണി, പൂരം, പൂരാടം ഇവിടെ വരും. ഭരണി, പൂരം, പൂരാടം ഇതിലാണ് വരിക. അത് ഓരോന്നിനും മൂന്നാം പാദമുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ഞാൻ ഭരണി മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നമ്മൾ അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ശനി നക്ഷത്രമായിട്ട് വരുന്ന അനീഴം, പൂയം, ഉത്രട്ടാതി. അനീഴം, പൂയം, ഉത്രട്ടാതി നക്ഷത്രങ്ങളുടെ രണ്ടാം പാദത്തിൽ, അനീഴ നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലും പൂയം നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ പുഷ്കര നവാംശം എന്ന് പറയുന്ന ശുഭത്വം കിട്ടും. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ രണ്ടാം പാദത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഏതാണ്? രോഹിണി രണ്ടാം പാദം, അതുപോലെ അത്തം രണ്ടാം പാദം, തിരുവോണം രണ്ടാം പാദത്തിൽ നിൽക്കുന്ന എല്ലാ നക്ഷത്രങ്ങളുടെ രണ്ടാം പാദങ്ങളിൽ വരുന്ന ശനിയുടെയും ചന്ദ്രൻ്റെയും രണ്ടാം പാദത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളൊക്കെ പുഷ്കര നവാംശമാണ്. ശുക്രൻ്റെ നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിൽക്കുകയാണെങ്കിൽ പുഷ്കര നവാംശമാണ്. രാഹുവിൻ്റെ തിരുവാതിര, ചോതി, ചതയം ഇതിൻ്റെ നാലാം പാദം, തിരുവാതിര 4ലാണ് ഒരു ഗ്രഹം നിൽക്കുന്നെങ്കിൽ അത് പുഷ്കര നവാംശത്തിലാണ്. ചോതി നക്ഷത്രത്തിൻ്റെ 4ലാണ് ഒരു ഗ്രഹം നിൽക്കുന്നെങ്കിൽ അതും പുഷ്കര നവാംശം. ചതയ നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലാണ് ഒരു ഗ്രഹം നിൽക്കുന്നെങ്കിൽ അതും എന്താണ്? പുഷ്കര നവാംശമാണ്. രവി നക്ഷത്രം, രവി എന്താണ്? കാർത്തിക 1ാം പാദത്തിൽ നിന്നാലും കാർത്തികയുടെ 4ാം പാദത്തിൽ നിന്നാലും പുഷ്കര നവാംശം വരും. അതുപോലെ ഉത്തരത്തിൻ്റെ 1ാം പാദത്തിൽ നിന്നാലും ഉത്തരത്തിൻ്റെ 4ാം പാദത്തിൽ നിന്നാലും പുഷ്കര നവാംശത്തിൽ വരും. അതുപോലെ ഉത്രാടത്തിൻ്റെ 1ാം പാദമാണെങ്കിലും ഉത്രാടത്തിൻ്റെ 4ാം പാദമാണെങ്കിലും എന്ത് വരും? പുഷ്കര നവാംശത്തിൽ. ഗുരുവിൻ്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? പുണർദത്തിൻ്റെ 2ാം പാദത്തിൽ നിന്നാലും ശരി 4ാം പാദത്തിൽ നിന്നാലും ശരി പുഷ്കര നവാംശം വരും. വിശാഖത്തിൻ്റെയും 2ൽ നിന്നാലും 4ൽ നിന്നാലും പുഷ്കര നവാംശം വരും. പൂരോരട്ടാതി 2ൽ നിന്നാലും 4ൽ നിന്നാലും പുഷ്കര നവാംശം വരും. അപ്പോൾ പുഷ്കര നവാംശത്തിൻ്റെ ഒരു കാര്യം എങ്ങനെ വരും എന്ന് മനസ്സിലാക്കി, ഏതേത് നക്ഷത്രങ്ങൾ വന്നാലാണെന്ന് മനസ്സിലാക്കി. ഇനി ഈ നക്ഷത്രങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നവാംശത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എവിടെ വന്നാൽ എങ്ങനെയെന്ന്, ഇത് ബൈഹാർട്ട് മനസ്സിലാവണമെങ്കിൽ ലോജിക്കലാക്കി മനസ്സിലാക്കുകയാണ് വേണ്ടത്. ലോജിക്കലാക്കി മനസ്സിലാക്കുമ്പോൾ നമ്മൾ നവാംശം എഴുതുമ്പോൾ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ ഇപ്പോൾ ഇതിൽ വരുന്ന ഈ 1, 2, 3, 4 രാശികളിൽ വരുന്ന നവാംശങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഇത് 1 കേതുവാണ്, 2 ചന്ദ്രനാണ്, 3 ഗുരുവാണ്. കേതു, ചന്ദ്രൻ, ഗുരു, ഈ 3 നക്ഷത്രങ്ങൾ, അതായത് കേതുവിൻ്റെ അശ്വതി മകം മൂലം, ചന്ദ്രൻ്റെ
രോഹിണി, അത്തം, തിരുവോണം, ഗുരുവിൻ്റെ പുണർദം, വിശാഖം, പൂരുരുട്ടാതി. ഈ നക്ഷത്രങ്ങൾ 9 നക്ഷത്രങ്ങൾ. ഈ 3 ഗ്രഹങ്ങളുടെയും 3 ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ എവിടെ ഏത് ഗ്രഹം നിന്നാലും, ലഗ്നം നിന്നാലും ശരി, സൂര്യചന്ദ്രന്മാരായിട്ടുള്ള 9 ഗ്രഹങ്ങൾ, ഏത് ഗ്രഹങ്ങളും ഈ നക്ഷത്രങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ 4 രാശികളിലെ അംശിക്കുള്ളൂ. 1, 2, 3, 4. ഈ 4 രാശികളിലെയാണ്. ഇപ്പോൾ കേതു അശ്വതി 2ാം പാദത്തിലാണെങ്കിൽ ഇവിടെ അംശിക്കുള്ളൂ. ചന്ദ്രൻ തിരുവോണം 2ാം പാദത്തിലാണെങ്കിൽ ഇവിടെ അംശിക്കുള്ളൂ. അത്തം 2ാം പാദമാണെങ്കിൽ ഇവിടെ അംശിക്കുള്ളൂ. ചന്ദ്രൻ്റെ 2ാം പാദം പുഷ്കര നവാംശം എന്ന് പറഞ്ഞു. അതുപോലെ ഗുരു 2ാം പാദം, ഗുരുവിൻ്റെ ഏതാണ്? പുണർദം, വിശാഖം, അതുപോലെ പൂരുരുട്ടാതി. ഇതിൻ്റെയൊക്കെ 2ാം പാദം ഇവിടെ അംശിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഉണ്ടാവും? ചന്ദ്രനും വരും, ചന്ദ്രൻ്റെ നവാംശവും വരും, ഗുരുവിൻ്റെ 2ാം പാദം വരും. ചന്ദ്രൻ്റെയും 2ൻ്റെ, അതായത് 6 പാദങ്ങൾ ഇവിടെ ഉണ്ടാവും. ചന്ദ്രൻ്റെ 2ാം പാദവും ഇവിടെയാണ്, ഗുരുവിൻ്റെ 2ാം പാദം. ഇതാണ് ഒരു പുഷ്കര നവാംശം എന്ന് പറയുന്ന പ്രധാന പോയിന്റ്. അതായത് ശുക്രൻ്റെ വീടായ ഇടവം രാശിയാണ് ഏറ്റവും കൂടുതൽ അംശക ശുഭത്വം തരുന്ന ഒരു ക്ഷേത്രം. ഇത് നമ്മൾ ഈ 3 ഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കി, ഈ 4 പാദങ്ങളിലേ വരുള്ളൂ എന്നും മനസ്സിലാക്കി. അടുത്ത 3 ഗ്രഹങ്ങൾ, കേതു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ ഏതാണ് അടുത്ത ഗ്രഹം? ശുക്രൻ. ഇവിടെ ശുക്രൻ്റെ നക്ഷത്രങ്ങൾ 1, 2, 3, 4 ഇവിടെ വരുള്ളൂ. ശുക്രൻ്റെ ഏതൊക്കെ? ഭരണി, പൂരം, പൂരാടം. ഭരണി 2ാം പാദം ഭരണി 3ാം പാദം വന്നാലും, പൂരം 3ാം പാദം വന്നാലും, പൂരാടം 3ാം പാദം വന്നാലും ഇവിടെ വരുള്ളൂ. അപ്പോൾ ശുക്രൻ 3ാം ഉണ്ടോ? ശുക്രൻ്റെ 3ാം പാദമാണ് എന്ത്? പുഷ്കര നവാംശം. അത് ഭരണി വന്നാലും പൂരം വന്നാലും ശുക്രൻ്റെ 3 എന്ന് പറയുന്നത് എവിടെ വരുള്ളൂ? തുലാത്തിൽ തന്നെ വരുള്ളൂ. ശുക്രൻ്റെ 3 എന്ന് പറയുന്നത് തുലാം തന്നെയാണ്. ഭരണി, പൂരം, പൂരാടം 3ാം പാദത്തിൽ ഏത് ഗ്രഹം നിന്നാലും അംശകം ഇവിടെ ഇരിക്കും. അപ്പോൾ ശുക്രൻ. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചൊവ്വ, കുജൻ നമുക്കിതിലില്ല, പുഷ്കര നവാംശത്തിൽ വരില്ല. കുജൻ്റെ 1, 2, 3, 4 പാദങ്ങൾ ഇവിടെ തന്നെ വരിക. കുജൻ്റെ 1, 2, 3, 4 പാദങ്ങൾ ഇവിടെ തന്നെ വരിക. അതുപോലെ തന്നെ ശനിയും ഇവിടെ തന്നെ വരിക. 1, 2, 3, 4. അത് റൗണ്ട് അടിക്കുമ്പോൾ ഇങ്ങനെയാണ്. കേതു, ശുക്രൻ, ഇവിടെയാണ് സൂര്യൻ വരിക. സൂര്യൻ്റെ 4ാം പാദം. സൂര്യൻ 1, 2, 3, 4. സൂര്യൻ്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രം, കാർത്തിക, ഉത്രം, ഉത്രാടം. ഈ 3 നക്ഷത്രങ്ങളുടെ 1, 4 പാദങ്ങൾ. അതായത് ഇതും വരും. രവി 1, രവി 4. ഇത് 2 പുഷ്കര നവാംശ. അപ്പം ഗുരുവിൻ്റെ 2 വീട് അല്ലേ? ഗുരുവിൻ്റെ 2 വീട് വന്നു. ഇതാണ് പുഷ്കര നവാംശം. സൂര്യൻ ഇവിടെ വരും. അത് കഴിഞ്ഞ് ചന്ദ്രൻ, അത് കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ ഏതാ അടുത്തത്? രാഹുവിൻ്റെ ഇവിടുന്നാണ് തുടങ്ങാം. രാഹുവിൻ്റെ 1 ഉണ്ടോ? ഇല്ല. രാഹുവിന് എന്താ ഉള്ളത്? 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ സർപ്പി 4. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ 3 നക്ഷത്രങ്ങളുടെയും 4ാം പാദവും സർപ്പിയുടെ 4 നക്ഷത്രങ്ങളുടെയും 4ാം പാദവും. അപ്പോൾ ഇവിടെ 6 പാദങ്ങൾ ഇവിടെയുണ്ട്. 6 പാദങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ എന്ത് വന്നിട്ടില്ല? ഇവിടെ ഇല്ല. ഇവിടെ രവിയുടെ 1 പാദം മാത്രമേ പുഷ്കര നവാംശമുള്ളൂ. ഇവിടെ ശുക്രൻ്റെ 1 പാദം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ഇത് രാഹു. അത് കഴിഞ്ഞാൽ അടുത്ത ഗ്രഹം ഏതാണ്? രാഹു കഴിഞ്ഞാൽ പിന്നെ ഗുരുവാണ്. ഗുരു ഇവിടുന്ന് 1, 2 അത് എഴുതി കഴിഞ്ഞു. ഗുരു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശനിയാണ്. ശനി ഇവിടുന്നാണ്. ശനിയുടെ എത്രാം പാദമാണ്? ശനിയുടെ 2ാം പാദം. ശനിയുടെ 2ാം പാദം എന്ന് പറയുന്നത് ശനി 2ാം പാദം. അത് ഇവിടെയാണ്, കന്നിയിലാണ് വരിക. ശനിയുടെ 2ാം പാദം. ശനി നക്ഷത്രം തുടങ്ങുന്നത് ഇവിടുന്നാണ്. ശനി 1, 2, 3, 4. ശനിയുടെ ഏത് നക്ഷത്രമാണെങ്കിലും ശനിയുടെ നക്ഷത്രങ്ങൾ ഇവിടെയാണ് വരിക. പൂയം, അനിഴം, ഉത്രട്ടാതി. പൂയം, അനിഴം, ഉത്രട്ടാതി പറയുന്ന ഏത് നക്ഷത്രം പൂയം 2ാം ഭാഗത്തിൽ നിന്നാലും, അനിഴം 2ാം ഭാഗത്തിൽ നിന്നാലും, ഉത്രട്ടാതി 2ാം ഭാഗത്തിൽ നിന്നാലും പുഷ്കര നവാംശം കന്നിയിൽ അംശിക്കുന്നുണ്ട്, പുഷ്കര നവാംശമായിട്ട് വരും. അപ്പോൾ ശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ശനി കഴിഞ്ഞു പിന്നെ ബുധനാണ് വരിക. ബുധൻ നമുക്ക് പുഷ്കര നവാംശത്തിലില്ല. ബുധൻ്റെ 4 പാദങ്ങൾ 1, 2, 3, 4 പാദങ്ങൾ ഇവിടെയാണ് വരിക. അപ്പോൾ ബുധനില്ല. അപ്പോൾ നമുക്ക് എല്ലാം ആയി അല്ലേ? എല്ലാം ആയി. ഇനി ഗുരുവിൻ്റെ
ഗുരുവിൻ്റെ 2 ഉണ്ട്, ഗുരുവിൻ്റെ 4 ഉണ്ട്. ഗുരുവിൻ്റെ 4 ഏതായിരിക്കും? ഗുരുവിൻ്റെ 4 ഇതായിരിക്കും. ഇവിടെ ചന്ദ്രൻ്റെ രാശികൾ ഗുരു 4. ഇപ്പം എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഇതാണ് പുഷ്കര നവാംശം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഗുരുവിൻ്റെ 2 പാദങ്ങളും ചന്ദ്രൻ്റെ 2 പാദങ്ങളും എവിടെ വരും? ശുക്രൻ്റെ വീടായ ഇടവത്തിൽ അംശിക്കുന്നത് കൊണ്ടാണ് പുഷ്കര നവാംശം എന്ന് പറയുന്നത്. അതുപോലെ ഗുരുവിൻ്റെ അവസാന പാദം ചന്ദ്രൻ്റെ ഈ കർക്കിടകത്തിലെ വരിക. അപ്പോൾ അവിടെ വരുന്ന അംശകങ്ങളും പുഷ്കര നവാംശമാണ്. ശനിയുടെ 2ാം പാദം, ശനിയുടെ നക്ഷത്രങ്ങൾ പൂയം, അനീഴം, ഉത്രട്ടാതി എന്ന് പറഞ്ഞു. ആ ഉത്രട്ടാതി 2ാം പാദം, പൂയം 2ാം പാദം, അനീഴം 2ാം പാദം ഒക്കെ വന്നു കഴിഞ്ഞാലും ഈ 2ാം പാദങ്ങളിൽ നിൽക്കുന്ന ഏത് ഗ്രഹങ്ങളും അംശിക്കുക കന്നിയിലാണ്. അത് പുഷ്കര നവാംശമായിട്ട് വരും. അപ്പോൾ ശുക്രൻ്റെ 3ാം പാദം, ശുക്രൻ്റെ നക്ഷത്രങ്ങളായിട്ടുള്ള ഭരണി, പൂരം, പൂരാടം. ശുക്രൻ 1, 2, 3, 4 ഇവിടെ വരിക. അതുകൊണ്ട് ഭരണി 3-ൽ വന്നാലും പൂരം 3-ൽ വന്നാലും പൂരാടം 3-ൽ വന്നാലും ഇവിടെ വരും. അപ്പോൾ ശുക്രൻ്റെ വീടായിട്ടുള്ള തുലാത്തിൽ പുഷ്കര നവാംശം വരുന്നത് ശുക്രൻ്റെ തന്നെ 3ാം പാദത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. പിന്നെ സൂര്യൻ്റെ 1, 4, സൂര്യന് 1ാം പാദവും പുഷ്കര നവാംശമാണ്, 4ാം പാദവും. സൂര്യനും ഗുരുവിനും മാത്രമേ ഉള്ളൂ 2 പാദങ്ങൾക്ക് നവാംശം. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ പാദങ്ങളേ ഉണ്ടാവുള്ളൂ. സൂര്യന് 1ാം പാദവും 4ാം പാദവും ഉണ്ട്, ഗുരുവിന് 2ാം പാദവും 4ാം പാദവും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വരുന്നുള്ളൂ? ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏതൊക്കെ വീടിലാണ് പുഷ്കര നവാംശം വരിക? ധനു, മീനം. ഗുരുവിൻ്റെ, അതായത് നൈസർഗിക ശുഭന്മാരായ ഗുരുവിൻ്റെ വീടുകളും നൈസർഗിക ശുഭന്മാരായ ശുക്രൻ്റെ വീടുകളും നൈസർഗിക ശുഭനായ ബുധൻ്റെ വീടും നൈസർഗിക ശുഭനായ ചന്ദ്രൻ്റെ വീടും, ഈ വീടുകളിൽ മാത്രമാണ് അംശക ശുഭത്വം അല്ലെങ്കിൽ പുഷ്കരാംശം എന്ന് പറയുന്ന ശുഭ അംശം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചക്കപ്പഴത്തിൻ്റെ കഥ പറയും പോലെയാണ്. ചക്കപ്പഴം പുറത്തുനിന്ന് കാണുമ്പോൾ മുള്ളൊക്കെ ആയിട്ട് മോശമായിട്ട് നിൽക്കും. പക്ഷേ അതിനെ പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല മാംസളമായ നല്ല സ്വാദിഷ്ടമായ പഴം ഉണ്ടാവില്ലേ? അതുപോലെ ചില സമയത്ത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹം പോലും അംശകത്തിൽ ഇതുപോലെ പുഷ്കരാംശം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മാച്ച് കളയാൻ പോവാണ്. ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ശുക്രൻ നീചനായി എന്ന് വയ്ക്കാം. ശുക്രൻ നീചനായി, ഇതിലല്ലേ ഗ്രഹനിലയിൽ ശുക്രൻ നീചനാവുക? ശുക്രൻ അവിടെ നീചനായി. ഏതൊക്കെ നക്ഷത്രപാദങ്ങളുണ്ട് ഇതിൽ? ഉത്രം, മുക്കാല്. ഉത്രം അവസാനത്തെ 1, 2, 3 പാദങ്ങൾ, അത്തം 4 പാദങ്ങൾ, ചിത്തിര 2 പാദങ്ങൾ. ഇപ്പം ചിത്തിരയ്ക്കില്ല, കാര്യം ചൊവ്വ പുഷ്കരാംശത്തിൽ വരില്ല. പിന്നെ ഏതാണുള്ളത്? ഉത്രം, സൂര്യൻ്റെ 1, 4 പാദങ്ങൾ. അപ്പോൾ ഉത്രം 4ാം പാദത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? ഉത്രം 4-ലാണ് നിൽക്കുന്നതെന്ന് വയ്ക്കാം. ശുക്രൻ അംശിക്കുക ഇവിടെയാണ്. ശുക്രൻ്റെ അംശകം ഗുരുവിൻ്റെ വീട്ടിലാണ്. ഇത് ശുക്രൻ ഉച്ചത്തിൽ അംശിച്ചു എന്നല്ല പറയേണ്ടത്, ഗുരുവിൻ്റെ ശുഭക്ഷേത്രത്തിൽ അംശിച്ചു. ശുക്രൻ്റെ വീടുകളിലോ ഗുരുവിൻ്റെ വീടുകളിലോ ബുധൻ്റെ വീടുകളിലോ ചന്ദ്രൻ്റെ വീട്ടിലോ നിൽക്കുന്നതാണ് ശുഭാംശകം. അല്ലാതെ അംശകത്തിൽ ഉച്ചം പോയി എന്നതുകൊണ്ടല്ല ഫലം വരുന്നത്. ഉത്രം 4ാം പാദത്തിൽ വരുന്നതുകൊണ്ടാണ് ശുക്രൻ അവിടെ. ഒരു പക്ഷേ നീചത്തിൽ ശുക്രനാണെങ്കിലും അംശകത്തിൽ ഉച്ചം വരുന്നുണ്ടെങ്കിൽ അത് പുഷ്കര നവാംശത്തിൽ വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അത്തത്തിലെ ഏത് പാദത്തിൽ വരണം? അത്തം 2ാം പാദം ഉണ്ട്. ചന്ദ്രന് 2ാം പാദം എന്ന് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത്തം 2ാം പാദമാണെന്ന് വയ്ക്കാം. അംശിക്കാം. ശുക്രൻ ഇവിടെയാണ്. ഇതും ശുഭാംശകമാണ്. അപ്പോൾ നീചം ചെയ്താലും ശുക്രൻ ഈ 2 ക്ഷേത്രങ്ങളിലാണ് അംശിക്കുന്നതെങ്കിൽ ഈ ശുക്രന് ഫലം കണക്കാക്കണം. നീചഫലം കണക്കാക്കാൻ പറ്റില്ല. അംശകത്തിൽ ഉച്ചസ്ഥിതിയുണ്ട്, ക്ഷേത്രബല സ്തുതിയുണ്ട്. ഇത് ക്ഷേത്രബലം എന്ന് നമുക്ക് തോന്നും. അംശകത്തിൽ ക്ഷേത്രബലം ഇതൊന്നുമല്ല. അംശകത്തിൽ പുഷ്കരാംശം വന്നാൽ, പുഷ്കരാംശം എന്ന് പറയുന്നത് ഇതും ഈ 6 ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട്. ചന്ദ്രന് തന്നെ പക്ഷബലം ഉണ്ടെങ്കിലേ ചന്ദ്രൻ്റെ എടുക്കുള്ളൂ. ചന്ദ്രൻ്റെ എടുക്കുന്നത് പക്ഷബലമുള്ള സമയത്ത് മാത്രമേ എടുക്കുള്ളൂ. അതും വെരി ഇമ്പോർട്ടൻ്റാണ്. രാഹുവിൻ്റെ 4ാം പാദമല്ലേ? അല്ല, ഗുരുവിൻ്റെ 4ാം പാദം. അതെ.
ഗുരുവിൻ്റെ 4-ാം ഭാവത്തിൽ വരുമ്പോഴാണ് അവിടെ വരുന്നത്. പക്ഷെ അത് തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ ചന്ദ്രന് പക്ഷഫലം ഇല്ലെങ്കിൽ ഇത് കുറച്ച് ശരിക്കും ഫലം കുറയും. ഇതാണ് പുഷ്കരാംശം. അപ്പം ശുക്രൻ ഇവിടെ നിന്നു ഗ്രഹനിലയിൽ, പക്ഷെ അംശകത്തിൽ ഇവിടെ അംശിച്ചാൽ ഈ ശുക്രൻ പുഷ്കരാംശത്തിലാണ്. അതുകൊണ്ടാണ് ശുക്രനെ ഫലം കാണേണ്ടത്. ഇങ്ങനെ നമ്മൾ പുഷ്കരാംശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. പുഷ്കരാംശമാണ് യഥാർത്ഥത്തിൽ നവാംശത്തിൽ എടുക്കേണ്ടത്. അല്ലാതെ അംശകത്തിൽ ക്ഷേത്രബലവാനാണ്, അംശകത്തിൽ ഉച്ചനാണ്, അംശകത്തിൽ നീചനാണ്, ഇങ്ങനെയുള്ള ഫലങ്ങൾ എടുക്കരുത്. അതുപോലെ ഇപ്പം ഗുരു നീചം ചെയ്തു ക്ഷേത്രബലത്തിൽ, ഇവിടെ നീചനാണെന്ന് വയ്ക്കാം. ഇവിടെ ഏതൊക്കെ നക്ഷത്രങ്ങളുണ്ട് നമുക്കറിയണം. ഇത് മകം, മൂലം, പൂരാടം, ഉത്രാടം, കാല് അല്ലേ? മൂലം, പൂരാടം, ഉത്രാടക്കാല്. അപ്പോൾ ഉത്രാടം 3 പാദങ്ങൾ. ഉത്രാടം എന്ന് പറയുന്നത് സൂര്യൻ്റെ പാദങ്ങളാണ്. അപ്പോൾ ഉത്രാടം 3-ാം പാദം. ഉത്രാടം നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ്. ഉത്രാടം 4-ാം പാദമാണെങ്കിൽ എവിടെയാണ്? ഉത്രാടം 4-ാം പാദം എന്ന് പറഞ്ഞാൽ ഗുരു ഇവിടെ അംശിക്കും. ശുഭാംശകമാണ് അല്ലേ? പുഷ്കരാംശത്തിൽ വന്നു. തിരുവോണം ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. തിരുവോണം ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ചന്ദ്രൻ എത്രാം പാദമാണ്? 2-ാം പാദം. ചന്ദ്രൻ്റെ 2-ാം പാദം എവിടെ അംശകം വരും? ചന്ദ്രന് ഇത് മുതൽ ഇതുവരെയാണ് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ 2-ാം പാദം ഗുരു ഇവിടെ അംശിച്ചാലും പുഷ്കരാംശം വരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഉത്രാടം, തിരുവോണം, പിന്നെ അവിട്ടം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ അതിൽ വരില്ല. ഗുരു നീചത്തിൽ നിന്നാലും അംശകത്തിൽ ഇവിടെ നിന്നാലോ പുഷ്കരാംശം വരും. പുഷ്കരാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചക്ക കാണുന്ന പോലെയാണ്. ചക്കയുടെ പുറത്ത് നല്ല മുള്ളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുന്നൊരു പഴമാണെന്ന് തോന്നില്ലല്ലോ. കൈത് ചക്കയെല്ലാം അങ്ങനെയല്ലേ, പൈനാപ്പിളൊക്കെ നോക്കിയാൽ. പക്ഷേ സത്യത്തിൽ അതിനെ കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒന്ന് പൊളിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് അംശകത്തിലെ പരിപൂർണ ശുഭത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഫലമുണ്ട്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഗ്രഹനിലയിൽ നീചം, ഇത് അപൂർവ സമയങ്ങളിലേ നോക്കേണ്ടി വരുള്ളൂ. അതായത് ഗ്രഹനിലയിൽ നമുക്ക് നോക്കി, അതായത് ഒരു തെളിച്ചം കിട്ടുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ എന്തിനാണ് നമ്മൾ സൂം ചെയ്യുന്നത്? ഒരാൾ നടന്നു വരികയാണ്, അയാളെ തിരിച്ചറിയാൻ നമുക്ക് കുറച്ച് ദൂരം വരെ പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കാം. തിരിച്ചറിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് നോക്കും. പക്ഷേ അതൊരു വലിയ ഒരു 3-4 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആളെ തിരിച്ചറിയാൻ നല്ല സൂം ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂം ചെയ്യണം. നമുക്ക് ഗ്രഹനിലയിൽ നിന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നവാംശത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നവാംശം നോക്കുന്നത് ചില സമയത്ത്, ഇപ്പോൾ നീചത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ നീച ഗുരുവാണല്ലോ, ഫലമില്ല. പക്ഷേ അംശകം ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ 2 ഭാഗത്തുമായിട്ടാണ് ഗുരു നിന്നതെങ്കിൽ ആ ഗുരുവിന് ഫലം വരും. ശുക്രൻ നീചനാണ്, നമ്മൾ കാണുമ്പോൾ നീചനാണ്. പക്ഷെ അംശകത്തിൽ എവിടെ വന്നു? അംശകത്തിൽ ഗുരുവിൻ്റെ വീടുകളിൽ വന്നാൽ അല്ലേ, ഉത്തരം 4-ാം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും. അംശകത്തിൽ ശുക്രൻ ഇവിടെ വരുകയെ, അല്ലെങ്കിൽ അംശകത്തിൽ ശുക്രൻ അത്തം 2-ാം പാദത്തിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ശുക്രൻ എന്തായി? അംശക ശുഭത്വം വന്നു, പുഷ്കരാംശത്തിൽ വരും. ഇങ്ങനെ നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും അംശകങ്ങൾ ഇപ്പം നീചം ചെയ്യുന്നത് മാത്രം നോക്കരുത്. ഇവിടെ ചൊവ്വ നീചം ചെയ്തു, പൂർണ്ണമായിട്ട് ചൊവ്വ നീചം ചെയ്തു എന്ന് വയ്ക്കുക. കുജൻ നീചമാണ്. ഇവിടെ എന്തൊക്കെയാണ് വരിക? മകയിരമര, തിരുവാതിര, പുണർദം, മുക്കാല്. പുണർദത്തിൻ്റെ അവസാന പാദം, അതായത് പുണർദ അവസാന പാദം എന്ന് പറഞ്ഞാൽ പുണർദം ആരുടെ നക്ഷത്രം? ഗുരുവിൻ്റെ നക്ഷത്രം. അവസാന പാദം എന്ന് പറയുമ്പോൾ ചൊവ്വ വർഗോത്തമം ചെയ്ത് ഇവിടെ തന്നെ അംശിച്ചാൽ ചൊവ്വ പുഷ്കരാംശത്തിലാണ്. പൂയം നക്ഷത്രം, പൂയം എന്ന് പറയുന്നത് ശനിയല്ലേ, പൂയം എന്ന് പറയുന്നത് ശനിയുടെ നക്ഷത്രമാണ്. ശനി 2-ാം പാദം, പൂയം നക്ഷത്രത്തിലെ 2-ാം പാദം, അതായത് ഇവിടെ വരിക. ചൊവ്വ ഇവിടെ അംശിച്ചാലും എന്താണ്? പുഷ്കരാംശമാണ്. ആയില്യം പറഞ്ഞു ബുധൻ്റെ നക്ഷത്രത്തിന് പുഷ്കരാംശമില്ല. അപ്പോൾ ചൊവ്വ നീചം ചെയ്ത് നിന്നാലും, ചൊവ്വ കർക്കിടകത്തിൽ തന്നെ നിന്നാലോ കന്നിയിൽ നിന്നാലോ പുഷ്കരാംശത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുഷ്കരാംശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഗ്രഹം നിലയിൽ കിട്ടുന്ന ബലം മാത്രം നോക്കി ഫലം എടുക്കാതെ, നീചത്തിലാണെങ്കിൽ പോലും അംശകത്തിൽ പുഷ്കരാംശം ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിന് ഫലം ഉണ്ടാവും. ഈ ഒരു കാര്യം, പുഷ്കരാംശം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ടാണ് നമ്മൾ അംശക ഫലം എടുക്കുന്നത്. സാധാരണ അംശക ഫലം അല്ല എടുക്കൽ. ഞാൻ നോക്കുന്നത് കൂടുതലായിട്ടും പുഷ്കരാംശമാണ്. വേറെ ഒന്നുമല്ല, ശുഭന്മാരുടെ വീടുകളിൽ നിൽക്കുന്ന അംശകം, ശുഭന്മാരുടെ വീടുകളിൽ നിൽക്കുന്ന
അംശിക്കുന്ന ഗ്രഹങ്ങളെ, അതായത് ഗുരുവിൻ്റെ വീടോ ശുക്രൻ്റെ വീടോ ബുധൻ്റെ വീടോ അതുപോലെ ചന്ദ്രൻ്റെ വീടോ, ഇതിനേക്കാൾ പ്രാധാന്യം ഇതാണ്. അത് ബലം എടുക്കുമ്പോഴും പുഷ്കരാംശം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അംശകത്തിൽ ഇതിന് 100 മാർക്ക്, ഇത് 80 മാർക്ക്, ഇത് 80 മാർക്ക്, ഇത് 60 മാർക്ക്, ഇത് 60 മാർക്ക്, ഇത് 40 മാർക്ക്, ഇത് അതുപോലെ തന്നെ പൗർണമി ചന്ദ്രനാണെങ്കിൽ 100 മാർക്കാണ്. അംശകത്തിൽ ഇങ്ങനെയാണ് ബലം എടുക്കുക. ഒരു ഗ്രഹം അംശകത്തിൽ ധനു അംശകമായിട്ട് വരികയാണെങ്കിൽ ഇതിന് 100 മാർക്ക് കൊടുക്കണം. ഗുരുവിൻ്റെ മീനത്തിലാണെങ്കിൽ അതിന് 80 മാർക്ക്. ശുക്രൻ്റെ വീട് 80 മാർക്ക്. ശുക്രൻ്റെ മൂലത്രികോണമായതുകൊണ്ടാണ്, ഇത് മൂലത്രികോണമാണ്. അതുപോലെ ശുക്രൻ്റെ ക്ഷേത്രമാണെങ്കിൽ 60 മാർക്ക്. ബുധൻ കന്നി വരുമ്പോൾ 60 മാർക്ക്, ഇത് 40 മാർക്ക്. ചന്ദ്രൻ പൗർണമിയാണെങ്കിൽ 100 മാർക്ക്. പക്ഷഫലത്തിനനുസരിച്ച് മാർക്ക് കണക്കാക്കും. ഇങ്ങനെയാണ് നവാംശത്തെ നോക്കേണ്ടത്, നവാംശം മനസ്സിലാക്കേണ്ടത്. ഈ നവാംശത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം. അതല്ലാതെ നവാംശത്തിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ നവാംശത്തിൽ ഗ്രഹങ്ങളുടെ യോഗങ്ങൾ വർക്ക് ചെയ്യും. ശുഭഗ്രഹത്തിൻ്റെ യോഗമൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യും, വർഗോത്തമം വർക്ക് ചെയ്യും. പക്ഷേ പ്രധാനമായിട്ടും ഇതാണ്, ശനിയുടെ വീടുകളിലോ ചൊവ്വയുടെ വീടുകളിലോ സൂര്യൻ്റെ വീട്ടിലോ ഒക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, 6 വീടുകളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും അംശകബലം കുറവായിരിക്കും. അംശകബലം നോക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് അംശകത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഗ്രഹനിലയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്രഹനിലയിൽ നിന്ന് തന്നെ ഫലം എടുക്കാം, ഫലം പറയാം. അംശകം നോക്കണമെന്നില്ല. അംശകം നോക്കുന്നത് ഈ രൂപത്തിലാണ്. പുഷ്കരാംശമാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പുഷ്കര നവാംശത്തെ പ്രധാനത്തോടു കൂടി എടുത്ത് ഫലം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫലം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.